നമസ്കാരം. മുണ്ടക്കൈ പുനരധിവാസം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു. തീരുമാനങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ട്. മുണ്ടക്കൈ പുനരധിവാസ ടൗൺഷിപ്പിനായുള്ള സർവേ നടപടി തുടങ്ങി. പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. 30ഓളം തീരുമാനങ്ങൾ എടുത്തു. 2 ടൗൺഷിപ്പുകൾക്കായി പ്രതീക്ഷിക്കുന്നത് 750 കോടി രൂപ. സ്പോൺസർമാരുമായും രാഷ്ട്രീയ സംഘടനാ നേതാക്കളുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. NSS SNDP പരിപാടിക്ക് പിന്നാലെ സമസ്താവേദിയിലും രമേശ് ചെന്നിത്തല. മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുക്കും. മുൻവർഷം പങ്കെടുത്തത് VD സതീശൻ. മന്നം ജയന്തി പൊതുസമ്മേളനം നാളെ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. TP വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരോളിനെ ന്യായീകരിച്ച് CPM. പരോൾ തടവുകാരന്റെ അവകാശമെന്ന് MV ഗോവിന്ദൻ. ജയിലധികൃതരും ഗവൺമെന്റും ഒക്കെ ചേർന്ന് നടത്തേണ്ടുന്ന കാര്യമാണ്. പരോളിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന കാര്യങ്ങളല്ല. പരോളെല്ലാം തടവുകാരന്റെ അവകാശമാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കണ്ണൂരിൽ കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശത്തിൽ നേതാക്കൾ പങ്കെടുത്തത് സാമാന്യ മര്യാദയുടെ ഭാഗമെന്നും ഗോവിന്ദൻ. നിക്ഷേപകന്റെ ആത്മഹത്യയെ ചൊല്ലി ഇടുക്കിയിൽ CPM CPI പോര് കടുക്കുന്നു. MM മണിയെ വിമർശിച്ച KK ശിവരാമനെതിരെ ആഞ്ഞടിച്ച CV വർഗീസ്. പരിശോധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞങ്ങൾ അവജ്ഞയോട് തള്ളിക്കളയാണ്. കാരണം സാമൂഹ്യ ബോധവും മനുഷ്യത്വമൊന്നും CPM-നെ ഉപദേശിപ്പിക്കാൻ ഞങ്ങൾക്ക് മാർഗരേഖ നൽകാൻ ഞങ്ങൾ ശിവരാമനെ ചുമപ്പെടുത്തിയിട്ടില്ല. MM മണിക്കും CV സജിക്കും പിന്തുണ. തെറ്റുപറ്റിയിട്ടില്ലെന്ന CPM ജില്ലാ സെക്രട്ടറി. ഇടുക്കി സത്രം എയർ സ്ട്രിപ്പ് പദ്ധതിക്ക് തുരങ്കം വെച്ച് വനംവകുപ്പ്. കേന്ദ്രാനുമതിയില്ലെന്ന് വിശദീകരണം. സ്ഥലം വിട്ടുകൊടുക്കാനാവില്ലെന്ന് നിലപാട്. സ്ഥലം ഏറ്റെടുക്കാനുള്ള മന്ത്രിതല ധാരണയും അവഗണിച്ചു. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി സ്ഥലം MLA വാഴൂർ സോമൻ. മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 30ഓളം തീരുമാനങ്ങളാണ് മന്ത്രിസഭ എടുത്തത്. പുനരധിവാസ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനും തീരുമാനമായി. പദ്ധതി സംബന്ധിച്ച് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി വൈകിട്ട് 3:30 മാധ്യമങ്ങളെ കാണും. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുകയാണ്. സെയ്ഫ്, എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്കാണ് മന്ത്രിസഭ എത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നൗഫല്, 2 ടൗൺഷിപ്പായി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒരു കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചിരുന്നു. കിഫ്ബിയാണ് പദ്ധതിരേഖ തയ്യാറാക്കിയത്. അതിനുള്ള അംഗീകാരമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം നൽകിയിരിക്കുന്നത്. ദുരന്തബാധിതർക്ക് 1000 ചതുരശ്ര അടിയുള്ള ഒറ്റനില വീട് നിർമ്മിച്ച് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കാലിത്തൊഴുത്തടക്കം, ഈ കാലിത്തൊഴുത്ത് നഷ്ടമായവർക്ക് കാലിത്തൊഴുത്ത് അടക്കം നൽകിക്കൊണ്ട് ആ മേഖലയെ വീണ്ടും പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം, അതാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഏറ്റെടുത്തിരിക്കുന്നത്. 30ഓളം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് എവിടെയാണ് നടപ്പാക്കുന്നത്, എങ്ങനെ നടപ്പാക്കണം തുടങ്ങിയ അടക്കം 30ഓളം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 3:30 മാധ്യമങ്ങളെ കാണുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്പോൺസർമാരുമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. 50 വീടിന് മുകളിൽ വാഗ്ദാനം ചെയ്തവരെല്ലാം മുഖ്യ സ്പോൺസർമാരായിട്ടാണ് സംസ്ഥാന സർക്കാർ കണക്ക് കൂട്ടുന്നത്. അവരുമായുള്ള ചർച്ച മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്നു. കർണാടക സർക്കാർ 100 വീട് വാഗ്ദാനം ചെയ്തിരുന്നു. കർണാടക സർക്കാരിൻ്റെ പ്രതിനിധി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, മുൻ വയനാട് MP രാഹുൽ ഗാന്ധി 100 വീട് വാഗ്ദാനം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായ T സിദ്ദീഖ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുന്നുണ്ട്. DYFIയുടെ സംസ്ഥാന ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങൾ അവർക്ക് മുന്നിലേക്ക് മുഖ്യമന്ത്രി അവതരിപ്പിക്കും. അതിനൊപ്പം തന്നെ അവർക്ക് എത്രയും വേഗം ആ വീട് നിർമ്മിച്ച് നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യം ചർച്ചയ്ക്ക് വരികയും ചെയ്യും. 2 എസ്റ്റേറ്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് പുനർനിർമ്മാണത്തിന് വേണ്ടി. അതിന് നിയമതടസ്സങ്ങളെല്ലാം മാറിയെന്നാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. വേഗത്തിൽ തന്നെ, എത്രയും വേഗം തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് മന്ത്രിസഭ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ 30 തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രി വൈകിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരിക്കും. നൗഫൽ, ഈ പുനരധിവാസത്തിനുള്ള പണം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലേക്ക് മന്ത്രിസഭ എത്തിയിട്ടുണ്ടോ?
പണം ഒരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് 2 ദിവസം മുമ്പ് അനുകൂലമായ ഒരു പ്രതികരണം, അതൊരു കത്ത് മുഖേന വന്നിട്ടുണ്ട്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനമൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് ലോകബാങ്ക് അടക്കമുള്ളവയിൽ നിന്ന് വായ്പ എടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ സർക്കാരിനുണ്ട്. അതിനൊപ്പം തന്നെ എംപിമാർ, ഈ കേരളത്തിലുള്ള എംപിമാർക്ക് അവരുടെ മണ്ഡലത്തിൽ നിന്ന് മാറി ഈ അതിതീവ്ര ദുരന്തം നടന്ന സ്ഥലത്തേക്ക് അവരുടെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കാൻ കഴിയും. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സഹായം സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുകയാണ്. അതിനൊപ്പമാണ് ഈ സ്പോൺസർമാർ, വീട് വാഗ്ദാനം ചെയ്ത സ്പോൺസർമാർ ഉള്ളത്. 750 കോടിയോളം രൂപയാണ് നമ്മൾ പുനർനിർമ്മാണത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. അതിൽ എത്ര വീടുകൾ വെച്ച് നൽകാൻ പല ആൾക്കാർക്ക് കഴിയും, അങ്ങനെ പണത്തിൻ്റെ ഒരു എത്രത്തോളം അത് കുറയ്ക്കാൻ കഴിയുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. അല്ലെങ്കിൽ വായ്പ എടുത്തും മറ്റും ഈ പദ്ധതി എന്തായാലും വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. യെസ്, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസ ടൗൺഷിപ്പിനായുള്ള സർവേ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് എസ്റ്റേറ്റുകളിൽ സർവേ നടത്തിയത്. കൃഷി, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത മഹസർ നടപടിക്കും തുടക്കമായിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് ടി അനീസലി ചേരുകയാണ്. അനീസലി, ഈ എസ്റ്റേറ്റുകൾ പൂർണ്ണമായും ഈ ടൗൺഷിപ്പിന് യോജിച്ചതാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണോ സർക്കാർ ഉള്ളത്? നൗഫൽ, ആ ഒരു തീരുമാനം നേരത്തെ തന്നെ എത്തിയിരുന്നു. ഈ വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കാവുന്ന 2 ഏറ്റവും നല്ല അനുയോജ്യമായ എസ്റ്റേറ്റുകളാണ് എന്ന രൂപത്തിലാണ് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റും കണ്ടെത്തിയത്. നെടുമ്പാല എസ്റ്റേറ്റ് ഹാരിസൺ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഏതായാലും ഈ 2 ഭൂമിയും കണ്ടെത്തിയിരുന്നെങ്കിൽ പോലും ഇവർ നിയമപ്രശ്നം നേരിടുന്നുണ്ടായിരുന്നു. ഈ നിയമപ്രശ്നം ആണ് കോടതിയിൽ ഇവർ ചോദ്യം ചെയ്ത് അതിനെ തുടർന്ന് കോടതിയുടെ ഉത്തരവ് വന്നത് ഇവർക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഭൂമി ഏറ്റെടുക്കാമെന്നാണ്. അതോടെയാണ് അതിന് ആ ഒരു തടസ്സം നീങ്ങിയത്. ഇന്നിപ്പോൾ സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ നിൽക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്, കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. ഇവിടെ 3 വകുപ്പുകൾ, അതായത് റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, അതുപോലെ തന്നെ കൃഷി വകുപ്പ്, ഈ 3 വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥർ 10 സംഘങ്ങളായി തിരിഞ്ഞാണ് മഹസർ നടപടികളും സ്ഥലം അളക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഈ പുനരധിവാസ ടൗൺഷിപ്പ് പ്രഖ്യാപനത്തിന് വേഗം കൂടിയിട്ടുണ്ട്. ടൗൺഷിപ്പിന്റെ നടപടികളുമായി സർക്കാർ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ഇനി നിയമ തടസ്സങ്ങളില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ കണ്ടെത്താനുള്ള ആളുകളുടെ, ഗുണഭോക്താക്കളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നതുകൂടിയാണ് ഇനി ബാക്കിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നേരത്തെ വന്നപ്പോഴുണ്ടായ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് ഇനി പഴുതടച്ച് പ്രശ്നങ്ങളില്ലാത്ത നല്ലൊരു ലിസ്റ്റ് ആക്കുക, അങ്ങനെ കൃത്യം പുനരധിവസിപ്പിക്കേണ്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 2 ടൗൺഷിപ്പുകളിലായി ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ നിലവിൽ നിയമ തടസ്സങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളോ സർക്കാരിൻ്റെ മുമ്പിലില്ല. ഉള്ളത് സാമ്പത്തികമാണ്. സാമ്പത്തികം താരതമ്യേന പ്രശ്നമാവില്ല എന്നതാണ് മനസ്സിലാവുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ അതിൽ ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. മാത്രമല്ല, സഹായിക്കാൻ സന്നദ്ധരായി വ്യക്തികളും സംഘടനകളും പാർട്ടികളും സർക്കാരുകളും തന്നെ, കർണാടക സർക്കാരിനെ പോലെയുള്ള, തമിഴ്നാട് സർക്കാരിനെ പോലെയുള്ള സർക്കാരുകളും അങ്ങനെ തുടങ്ങി വലിയ തരത്തിലുള്ള ഫണ്ട്. പക്ഷേ അപ്പോഴും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഭൂമി എവിടെ എന്നതായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത്. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് വന്നതോടുകൂടി തന്നെ പുനരധിവാസത്തിന് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലാണ് മന്ത്രിസഭയുള്ളത്. സ്വകാര്യ വ്യക്തികളുമായി സഹകരിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. വിശദാംശങ്ങളാണ് സേഫ് സൈൻ ലാബുദ്ദീനും ടി അനീസലയും നൽകിയത്. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വെന്റിലേറ്റർ സഹായം കുറച്ചിട്ടുണ്ട്. ഉമാ തോമസ് ആളുകളെ തിരിച്ചറിയുന്നുണ്ടെന്നും പുതുവത്സരാശംസകൾ നേർന്നുവെന്നും ഡോക്ടർമാർ പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ന് മാഡത്തിൻ്റെ വായേന്ന് വന്നതാണ് ഹാപ്പി ന്യൂ ഇയർ. ഷീ വിഷ്ഡ് ഹാപ്പി ന്യൂ ഇയർ ടുഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ സംസാരമല്ല, വിസ്പറിംഗ് ആയിരുന്നു, മംബ്ലിംഗ്. ഹാപ്പി ന്യൂ ഇയർ വളരെ ക്ലിയർ ആയിട്ട് മക്കളോടാണ് ആദ്യം പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ. സോ ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. നമ്മൾ ഒരു ഇൻ്റർമീഡിയറ്റാണ് വെന്റിലേഷൻ കൊടുക്കുന്നത്. ഇടയ്ക്ക് തന്നെത്താനെയും വലിക്കുന്നുണ്ട്, പിന്നെ കൺട്രോൾഡ് മെഷീനും ചെയ്യും. അപ്പോൾ ഫുൾ നമ്മൾ വീക്കാക്കാതിരിക്കാൻ കുറച്ച് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ബട്ട് ഷീ ഈസ് ഡൂയിങ് പോസിറ്റീവായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട് കുറേശ്ശെ. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ മേയറെയും GCDA ചെയർമാനെയും പ്രതി ചേർക്കണമെന്ന് കോൺഗ്രസ്. ഉത്തരവാദിത്തം സംഘാടകരുടെ ചുമലിൽ മാത്രം കെട്ടിവെക്കുകയാണ്. PPR ലൈസൻസിന് അപേക്ഷ വേണ്ടെന്ന കോർപ്പറേഷൻ നിലപാട് ഗുരുതര വീഴ്ചയ്ക്ക് തെളിവാണ്. MLAക്ക് അപകടം ഉണ്ടായതിനെക്കുറിച്ച് നിയമസഭാ സമിതി അന്വേഷിക്കണമെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മീഡിയ വണിനോട് പറഞ്ഞു. കോർപ്പറേഷനിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ PPR ലൈസൻസ് നിർബന്ധമാണ്. ആ PPR ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാൻ ചെന്നപ്പോൾ ഇത് വേണ്ട എന്നുള്ളതാണ് കോർപ്പറേഷൻ അധികാരികൾ പറഞ്ഞത്. മേയറൊക്കെ എന്താ പറയുന്നത്, ഒന്നും അറിയില്ലെന്നാണ് പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട അധികാരി വർഗം എന്ന് പറയുന്ന ഈ ആളുകൾ, കോർപ്പറേഷൻ മേയറോ
കോർപ്പറേഷൻ സെക്രട്ടറിയോ GCDA ചെയർമാനോ GCDA സെക്രട്ടറിയോ ആർക്കെതിരെയും സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഞങ്ങളുടെ ഒരു ആവശ്യം, സ്പീക്കർ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടണം. ഈ അപകടത്തിന് കാരണക്കാരായിട്ടുള്ള ഈ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ മനഃപൂർവ്വം വരുത്തിവെച്ച GCDAക്കും അതുപോലെ കോർപ്പറേഷനുമെതിരായി പോലീസിനുമെതിരായി ശക്തമായ നടപടിയെടുക്കണം. NSS SNDP പരിപാടികൾക്ക് പിന്നാലെ സമസ്തയുടെ വേദിയിലും ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല. പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിലാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം VD സതീശൻ പങ്കെടുത്ത വേദിയിലാണ് ഇത്തവണ രമേശ് ചെന്നിത്തല എത്തുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ പ്രസിഡന്റായ സ്ഥാപനത്തിലേക്കാണ് രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി എത്തുന്നത്. പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ ജനുവരി 4-നാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുക. MK മുനീർ അധ്യക്ഷനാകുന്ന സെഷൻ ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ജാമിയ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്തിരുന്നു. ഈ വേദിയിലേക്കാണ് ഇക്കുറി ചെന്നിത്തല എത്തുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന VD സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ നേരത്തെ മുസ്ലിം ലീഗിനകത്ത് നിന്നുൾപ്പെടെ വിമർശനമുയർന്നിരുന്നു. SNDP NSS പരിപാടികളിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം ലഭിച്ചതിന് പിന്നാലെയാണ് സമസ്തയുടെ വേദിയിലേക്ക് കൂടി ചെന്നിത്തല എത്തുന്നത്. മീഡിയ 1 മലപ്പുറം. തർക്കവിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സമസ്ത മുഷാവറ ഈ മാസം 7-ന് യോഗം ചേരും. ഉമർ ഫൈസി മുക്കത്തിനും സുപ്രഭാതം പത്രത്തിനുമെതിരായ പരാതികൾ മുഷാവറ ചർച്ച ചെയ്യും. സമസ്ത ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചവർക്കെതിരെ പരാതിയും മുഷാവറ പരിഗണിക്കുന്നുണ്ട്. ലീഗ് അനുകൂലികളുടെയും വിരുദ്ധരുടെയും പരാതികൾ പരിഗണിച്ച് രണ്ടു കൂട്ടരെയും ഉൾക്കൊള്ളുന്ന നടപടിയിലേക്ക് നേതൃത്വം പോകുമെന്നാണ് ഇരുകൂട്ടരും കരുതുന്നത്. പരോൾ തടവുകാരന്റെ അവകാശമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPM ഇടപെടാറില്ല. കൊടിസുനിക്ക് പരോൾ നൽകിയത് അപരാധമല്ലെന്നും പറയുന്നില്ല. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശത്തിൽ നേതാക്കൾ പങ്കെടുത്തത് സാമാന്യ മര്യാദയുടെ ഭാഗമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൊടിസുനിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. ജയിലധികൃതരും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് നടത്തേണ്ടുന്ന കാര്യമാണ്. പരോളിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന കാര്യങ്ങളല്ല. പരോളെല്ലാം തടവുകാരൻ്റെ അവകാശമാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. CPI നേതാവ് KK ശിവരാമനെതിരെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. KK ശിവരാമന്റെ മാനസിക നില CPI പരിശോധിക്കണം. CPMന് മാർഗനിർദ്ദേശം നൽകാൻ ശിവരാമനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ശിവരാമന്റെ പാർട്ടിയെ നന്നാക്കിയാൽ മതിയെന്നും CV വർഗീസ് പറഞ്ഞു. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ശിവരാമന്റെ വിമർശനത്തിനെതിരെയായിരുന്നു CV വർഗീസിന്റെ പ്രതികരണം. പിന്നെ ശിവരാമൻ സഖാവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് CPI ആണ് പരിശോധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞങ്ങൾ അവജ്ഞയോട് തള്ളിക്കളയാണ്. കാരണം സാമൂഹ്യ ബോധവും മനുഷ്യത്വമൊന്നും CPMനെ ഉപദേശിപ്പിക്കാൻ ഞങ്ങൾക്ക് മാർഗരേഖ നൽകാൻ ഞങ്ങൾ ശിവരാമനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ശിവരാമൻ്റെ പാർട്ടിയെ നോക്കിയാൽ മതി. CPMനെ നന്നാക്കാൻ വേണ്ടി ശിവരാമൻ ശ്രമിക്കേണ്ടതില്ല. പുതുവത്സര ആശംസകൾ നേർന്നെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതോടെ വിശദീകരണവുമായി PK ശശി. വിമർശനം പാർട്ടിക്കെതിരെയല്ലെന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് താൻ ഫേസ്ബുക്കിൽ കുറിച്ചതെന്നും PK ശശി പറഞ്ഞു. അതിനിടെ ശശിക്ക് മറുപടിയുമായി മണ്ണാർക്കാട് ഏരിയയിലെ ലോക്കൽ സെക്രട്ടറിമാർ രംഗത്തെത്തി. സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ കണ്ടെത്തിയതിനെ തുടർന്ന് ശക്തമായ നടപടികളാണ് PK ശശിക്കെതിരെ പാലക്കാട് CPM ജില്ലാ നേതൃത്വം സ്വീകരിച്ചത്. വിഷയത്തിൽ PK ശശി ഇതുവരെ പരസ്യ പ്രതികരണം നടത്തിയിരുന്നില്ല. ഇതിനിടെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പുതുവത്സരാശംസകളിൽ ഒളിയമ്പുകൾ. പ്രസ്ഥാനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് വെള്ള പുതപ്പിച്ചുവെന്നും കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് കരുതേണ്ട എന്നുൾപ്പെടെ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. പാർട്ടിയെ മറയാക്കി അവിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് ഉദ്ദേശിച്ചതെന്നും പാർട്ടി നേതൃത്വത്തെ വിമർശിക്കുകയാണെങ്കിൽ അത് പാർട്ടി ഫോറത്തിലായിരിക്കുമെന്നും ശശി പറയുന്നു. മണ്ണാർക്കാട് ഏരിയയിൽ ഉൾപ്പെടുന്ന കുമരംപുത്തൂർ, കോട്ടോപ്പാടം ലോക്കൽ സെക്രട്ടറിമാർ സമാനമായ രീതിയിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ശശിക്ക് മറുപടിയുമായെത്തി. പ്രസ്ഥാനത്തിന് മുന്നിൽ വ്യക്തികൾക്ക് പ്രസക്തിയില്ല. ഒരിക്കലും തിരിച്ചുവരാത്ത തകർച്ചയിലേക്ക് അമർന്നടങ്ങിയത് തിരിച്ചറിയുന്നില്ല. വിരട്ടലും വിലപേശലും കള്ളക്കച്ചവടങ്ങളും ഇല്ലാതാക്കിയ വർഷമാണ് എന്നും ഇരുവരും ഫേസ്ബുക്കിൽ കുറിച്ചു. ദിവസങ്ങൾക്ക് മുൻപാണ് ശശിയെ CITU ജില്ലാ പ്രസിഡന്റ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ നിന്നും നീക്കിയത്. സംസ്ഥാന നേതൃത്വം ശശിക്കെതിരെ കാര്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. മീഡിയ 1 പാലക്കാട്. NCPക്കെതിരെ കടുത്ത വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. മന്ത്രി പദവിക്കായി തോമസ് കെ തോമസിന്റെയും PC ചാക്കോയുടെയും ശ്രമങ്ങൾ കണ്ട് കേരളം ചിരിക്കുകയാണ്. ഒരു കുബേരന്റെ മന്ത്രിമോഹം പൂർത്തീകരിക്കേണ്ട ബാധ്യത LDFനില്ല.
കുട്ടനാട് മണ്ഡലം തറവാട്ടുവക എന്ന് കരുതുന്ന ആളാണ് തോമസ് കെ തോമസ് എന്നും ഒരു വള്ളത്തിൽ പോലും കയറാൻ ആളില്ലാത്ത പാർട്ടിയായി NCP മാറിയെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. SNDP യോഗം മുഖപത്രമായ യോഗനാഥത്തിലെ മുഖപ്രസംഗത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾ. ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിൽ വിട്ടുവീഴ്ചയില്ലാതെ വനംവകുപ്പ്. എയർ സ്ട്രിപ്പിലേക്കുള്ള 450 മീറ്റർ പാത വനഭൂമിയിൽപ്പെട്ടതാണെന്നും കേന്ദ്രാനുമതിയില്ലാതെ സ്ഥലം വിട്ടു നൽകാനാകില്ലെന്നുമാണ് വനംവകുപ്പിന്റെ നിലപാട്. സ്ഥലം ഏറ്റെടുക്കാമെന്ന മന്ത്രിതല യോഗത്തിലെ ധാരണയും അവഗണിച്ചു. പ്രശ്നപരിഹാരം തേടി വാഴൂർ സോമൻ MLA മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മീഡിയ 1 എക്സ്ക്ലൂസീവ്. പീരുമേട് താലൂക്കിലെ മഞ്ചുമല വില്ലേജിൽ സർവേ നമ്പർ 182-ൽപ്പെട്ട 12 ഏക്കർ സ്ഥലം റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ മിച്ചഭൂമിയോ വനമോ ഉൾപ്പെടുന്നില്ലെന്നും വിലമതിക്കുന്ന വർഷങ്ങളില്ലെന്നും സർക്കാർ രേഖ. സ്കെച്ച് മഹസർ BTR എന്നിവ സഹിതം NCCക്ക് കൈവശാവകാശം നൽകിക്കൊണ്ടുള്ള ഉത്തരവ്. ഇതെല്ലാം ഉണ്ടെങ്കിലും എയർ സ്ട്രിപ്പിലേക്കുള്ള വഴി വനഭൂമിയിലെന്നാണ് വനംവകുപ്പിന്റെ വാദം. കഴിഞ്ഞ ഒക്ടോബർ 8-ന് ചേർന്ന ഉന്നത വിദ്യാഭ്യാസ വനം റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ സ്ഥലമേറ്റെടുക്കാനുള്ള ധാരണയുണ്ടായെങ്കിലും വനംവകുപ്പ് നിസ്സഹകരണം തുടരുകയാണ്. വകുപ്പുകൾ തമ്മിൽ വർഷങ്ങളായി തുടരുന്ന നിയമപോരാട്ടം. ഇടുക്കിയിൽ വിമാനമിറങ്ങുന്നത് സ്വപ്നം കണ്ടവരെ നിരാശരാക്കിയ നിയമക്കുരുക്ക്. ജില്ലയിലെ ഭൂപ്രശ്നം പോലെ സങ്കീർണമാവുകയാണ് സത്രം എയർസ്ട്രിപ്പും. ഇടുക്കിയിലും പമ്പ, ശബരിമല എന്നിവിടങ്ങളിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററും സത്രം എയർസ്ട്രിപ്പിൽ ഇറക്കാമെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചിരുന്നു. ശബരിമല തീർത്ഥാടന കാലത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് എയർസ്ട്രിപ്പ് സജ്ജമാക്കാൻ ഒക്ടോബർ 24-ന് ജില്ലാ കളക്ടർ NCC അഡീഷണൽ ഡയറക്ടർ ജനറലിന് കത്ത് നൽകിയിരുന്നു. നവംബർ 6-ന് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് NCC വകുപ്പും കത്ത് നൽകി. ഇക്കാര്യത്തിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ജില്ലയിൽ നിന്നുള്ള 200 പേരടക്കം 1000 പേർക്ക് പരിശീലനം നൽകുകയായിരുന്നു എയർസ്ട്രിപ്പിന്റെ ലക്ഷ്യം. പ്രകൃതി ദുരന്തങ്ങളിലടക്കം മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ഇതുവരെ ഏതാണ്ട് 20 കോടിയിലധികം രൂപ ചെലവഴിച്ച പദ്ധതിയാണ് നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1. പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി രോഗബാധിതനായിരുന്നു. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകനാണ്. സംസ്കാരം 3-ന് വടൂക്കര പൊതുശ്മശാനത്തിൽ നടക്കും. ഇന്ത്യയിലെ സസ്യവർഗീകരണ ശാസ്ത്രത്തിന് പുതുജീവൻ നൽകിയ KS മണിലാൽ സസ്യവർഗീകരണ ശാസ്ത്രത്തിന് ഏറെ സംഭാവനകളും നൽകിയിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിന്റെ സസ്യസമ്പത്തിനെക്കുറിച്ച് 12 വോള്യങ്ങളുള്ള ഫോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷ് മലയാളം പതിപ്പുകൾ പ്രസിദ്ധീകരിച്ചു. കോഴിക്കോട്ടെയും സൈലന്റ് വാലിയിലെയും സസ്യവൈവിധ്യങ്ങളെക്കുറിച്ച് മണിലാലിന്റെ നേതൃത്വത്തിൽ നടന്ന വർഷങ്ങൾ നീണ്ട പഠനങ്ങളും പ്രസിദ്ധമാണ്. സൈലന്റ് വാലിയിലെ സസ്യവൈവിധ്യങ്ങളെക്കുറിച്ച് നടത്തിയ പഠനം ആ അമൂല്യ മഴക്കാടുകളെ രക്ഷിക്കുന്നതിന് സഹായകമായി. നെതർലൻഡ്സിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച് നാസൌ 2012-ൽ മണിലാലിനെ തേടിയെത്തി. ഇന്ത്യൻ ബൊട്ടാണിക്കൽ സൊസൈറ്റിയുടെ വിശ്വംഭർപുരി മെഡൽ, ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ആൻജിയോസ്പേം ടാക്സോണമി ഏർപ്പെടുത്തിയിട്ടുള്ള YD ത്യാഗി ഗോൾഡ് മെഡൽ എന്നിവയ്ക്കും അർഹനായിട്ടുണ്ട്. ഫോർത്തൂസ് ഇംഗ്ലീഷ് മലയാളം പതിപ്പുകൾ ഉൾപ്പെടെ 1 ഡസനിലേറെ ഗ്രന്ഥങ്ങൾ മണിലാൽ രചിച്ചിട്ടുണ്ട്. 2000-ലേറെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മണിലാൽ 19 പുതിയ സസ്യങ്ങളെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തി. മീഡിയ 1 തൃശൂർ. പുനെയിൽ നിന്ന് കാണാതായ മലയാളി സൈനികനെ കണ്ടെത്തി. എലത്തൂർ സ്വദേശി വിഷ്ണുവിനെയാണ് പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മാറി നിന്നതാണെന്ന് വിഷ്ണു പറഞ്ഞു. 13 ദിവസത്തെ അന്വേഷണത്തിലൊടുവിലാണ് എലത്തൂർ പോലീസ് വിഷ്ണുവിനെ കണ്ടെത്തിയത്. ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലെ ATM-ൽ നിന്നും വിഷ്ണു പണം പിൻവലിച്ചിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വിഷ്ണുവിനെ കണ്ടെത്താൻ സഹായിച്ചത്. നിരന്തരമായി അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസുകളൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഇന്ത്യൻ മിലിറ്ററിക്ക് 31-ാം തീയതി സാലറി കയറും. ആ സമയത്താണ് നമ്മൾ കണ്ടെത്തിയത്. ഒരു ATM-ൽ വിഡ്രോ. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് മാറി നിന്നതെന്നും എല്ലാവരെയും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ പ്രയാസമുണ്ടെന്നും വിഷ്ണു പ്രതികരിച്ചു. ഹാപ്പിയാണ് കാരണം സാറന്മാരും ഒരുപാട് പേര് ബുദ്ധിമുട്ടി, അതിലൊരു വിഷമമുണ്ട്. ഡിസംബർ 17-ാം തീയതിയാണ് പൂനെ ആർമി ക്യാമ്പിലെ സൈനികനായ വിഷ്ണുവിനെ കാണാതാവുന്നത്. അവധിയെടുത്ത് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. കണ്ണൂരിലെത്തിയിട്ടുണ്ടെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും വീട്ടുകാർക്ക് വാട്സാപ്പിൽ സന്ദേശമയച്ചു. ഇതിനുശേഷം യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. എലത്തൂർ CI അതുൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിഷ്ണുവിനെ കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. മീഡിയ 1 കോഴിക്കോട്. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. സംഘാടകർ അപേക്ഷ നൽകിയിട്ടും പരിപാടിക്ക് PPR ലൈസൻസ് ആവശ്യമില്ലെന്ന കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം മറുപടി നൽകിയ വാർത്ത മീഡിയ 1 ആണ് പുറത്തുവിട്ടത്.
വിവരങ്ങൾ നൽകാൻ MK ഷുക്കൂർ ചേരുകയാണ്. ഷുക്കൂർ, ഈ നടപടിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നൗഫൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മീഡിയ വൺ ഇന്ന് രാവിലെ പുറത്തുവിട്ടത് ഈ കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിന് കാരണം കോർപ്പറേഷന്റെ വീഴ്ചയാണ് എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കോർപ്പറേഷൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. വലിയ ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഇതിന് ഉത്തരവാദിയായ കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവരുടെ പേര് കലൂർ ഹെൽത്ത് സർക്കിളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ MN നിതയ്ക്കാണ് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. കോർപ്പറേഷൻ മേയർ M അനിൽകുമാറാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് അല്പസമയം മുമ്പ് ഇറക്കിയത്. നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം PPR ലൈസൻസ് എന്തുകൊണ്ട് കോർപ്പറേഷൻ നിർബന്ധിച്ചില്ല, എന്തുകൊണ്ട് അത്തരമൊരു ലൈസൻസ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ല എന്നതിന് ഉത്തരവാദി കോർപ്പറേഷൻ ആണെന്നുള്ളതാണ്. അതിപ്പോൾ കോർപ്പറേഷൻ അംഗീകരിച്ചിരിക്കുന്നു. അവർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു. യെസ്, കലൂർ പരിപാടിയിലാണ് ഈ കോർപ്പറേഷൻ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മീഡിയ വൺ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. വിവരങ്ങളാണ് MK ഷുക്കൂർ നൽകിയത്. ഇനി സ്വർണ്ണവില. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,120 രൂപ, പവന് 56,960. 18 ക്യാരറ്റിന് ഗ്രാമിന് 5,905 രൂപ, പവന് 47,240. വെള്ളി ഗ്രാമിന് 93. ഫസ്റ്റ് റൗണ്ട് ഇപ്പോൾ ഇവിടെ പൂർത്തിയാകുന്നു. ഇനി ഫാസ്റ്റ് ന്യൂസിൽ ജിൽസി ജയരാജ്.